ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മളോടൊപ്പം തേജ തങ്കുവാണുള്ളത്. തേജ, വെൽക്കം. താങ്ക് യു. ഹായ്. തേജയ്ക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പ്രിപ്പയർ ചെയ്യാന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് അടുത്തറിയുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സന്തോഷം. അതെനിക്ക് തോന്നുന്നു ഷോർട്സും ലോങ് വീഡിയോക്കും അങ്ങനെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ, പിന്നെ പാലക്കാട്ടുകാരി ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു, ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേജയുടെ ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു ഹോം ടൂർ ആയിരുന്നു അല്ലേ? ഹോം ടൂർ. അപ്പം അതെങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ഇങ്ങനെ കയറുന്നുള്ളത് കൊണ്ട് ചെയ്താണോ? കയറുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. കാരണം ഫസ്റ്റ് വീഡിയോ ഇടുമ്പം എങ്ങനെയായിരിക്കും ഓഡിയൻസിന്റെ റെസ്പോൺസ്, അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെ കാണുമെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ ചുമ്മാ എന്തോ ഒരു രീതിയിലങ്ങ് ഇട്ടു, കൊള്ളാം, നല്ല സമയമായിരുന്നു തോന്നുന്നു. അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. അത് കഴിഞ്ഞിട്ട് ഹോം വീഡിയോസ് എനിക്ക് തോന്നുന്നു ക്ലിക്ക് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തറവാട് കാണിച്ച സമയത്തും അതൊക്കെ നന്നായിട്ട് ക്ലിക്ക് ആവുന്നുണ്ടല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു രീതിക്ക് ഇങ്ങനെ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് ഒക്കെ? പ്ലാൻസ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിന്റെ പ്ലാൻസ് ആണ്. ഫ്യൂച്ചർ എനിക്ക് ആക്ച്വലി നമ്മൾ ഫാമിലി ബിസിനസ് ആണ് ചെയ്യുന്നത്. എനിക്കും ആ ഫാമിലി ബിസിനസ്സിലേക്ക് കയറാനും അതിൽ എൻ്റെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യാനും അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. പിന്നെ ഈ യൂട്യൂബ്, ഈ സാധനങ്ങൾ, ഇതൊക്കെ ആക്സിഡൻ്റലി ഇങ്ങനെ സംഭവിച്ച് പിന്നെ നല്ല രീതിക്ക് പോയപ്പോൾ ഞാൻ ഓർത്ത് അതും സൈഡിൽ കൂടെ പോകുന്നു. സോ എൻ്റെ ആക്ച്വലി ലൈഫ് ഗോൾ എന്ന് പറയുന്നത് എനിക്കൊരു ഓൺട്രപ്രണർ ആവണം. അങ്ങനെ കുറച്ച് വലിയ സാധനങ്ങളൊക്കെയാണ്. ആവുമായിരിക്കും. അല്ല, തീർച്ചയായിട്ടും ആവും. കാരണം നമ്മൾക്കൊന്നും പറ്റാത്ത പല കാര്യങ്ങളും തേജയ്ക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. എല്ലാവർക്കും ഓരോന്നിലും പറ്റും. എനിക്ക് ഇതിൽ പറ്റി, അത്രേ ഉള്ളൂ. തേജനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തേജ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ഹെയർ കളറിങ്. എങ്ങനെ പാലക്കാട് ഇരുന്നിട്ട് ഇത് പറ്റുന്നു? ആൻഡ് എങ്ങനെയാണ് ഈ ഒരു ശക്തി കിട്ടുന്നത്? അപ്പം അല്ല, എനിക്ക് പൊതുവേ എന്തേലൊക്കെ ആരും ചെയ്യാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം ഞാൻ ചെയ്തതിനെ എല്ലാവരും എന്നെ വിയേർഡായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴൊരു രസമുണ്ട്. അപ്പോൾ അത് ഒരു രസത്തിന്റെ പുറമെ പെട്ടെന്ന് തോന്നുന്നൊരു ഇൻസ്റ്റന്റിന്റെ പേരിൽ പോയി ചെയ്യുന്നതാണ്. അതൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് പൊതുവെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തേലും ചെയ്യണം. അപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ എനിക്കപ്പോൾ വരുന്ന മുടി ഉണ്ടല്ലോ തലയിൽ, അതിന് എന്തേലും പോയി ചെയ്യാം, അങ്ങനെ. ഓക്കെ, എനിക്ക് തോന്നുന്നു പല സൈക്കോളജിസ്റ്റും പറയാറുണ്ട് ഇങ്ങനെ പലരും ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ കളർ ചെയ്യുന്നതും ഒക്കെ അവർക്കൊരു പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ അത് കഴിഞ്ഞാലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരു ഫ്ലോയിലൊക്കെ എന്നല്ലേ? ഓക്കെ, അപ്പം തേജനെ കുറിച്ച് പിന്നെ പറയാനായിട്ടുള്ളത് ഒരു പ്രധാന കാര്യം, പണ്ട് നമ്മൾ ഏറ്റവും തുടക്കത്തിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പം തേജയ്ക്ക് എവിടെ നിന്നാണ് അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നത്? മേ ബി എന്തോ പിന്നെ പറയും. എനിക്ക് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും റൈറ്റ് അല്ലെങ്കിൽ റോങ് ആയിട്ട് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ റോങ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലായിട്ടും നമ്മളൊക്കെ അത് പോട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അർത്ഥം അവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല. പക്ഷേ മേ ബി നമ്മൾ നല്ല രീതിക്ക് അവിടെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ തോന്നി. പണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു വയസ്സിൻ്റെ ഒരു ആവേശം മൊത്തത്തിൽ കൂടെ ഞാൻ എന്തെങ്കിലും കണ്ടോ അപ്പം നിലവിളിക്കായിരുന്നു ചെയ്യുക. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ബോധം വന്നപ്പോൾ നിലവിളിച്ചൊരു കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ വളരെ മെച്ചോർഡായിട്ട് സമാധാനപൂർവ്വം അത് ഹാൻഡിൽ ചെയ്തതിന് അവിടെ ഉണ്ടാവും. സോ റിയാക്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാന്നല്ല, എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് ഇപ്പൊ ചിന്തിക്കലുണ്ട്. പണ്ട് കുറച്ചുകൂടെ തെറിച്ച സ്വഭാവമായിരുന്നു, ഇപ്പൊ കുറച്ച് മെച്ചോർഡായെന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. ഇല്ല, നമുക്കത് വീഡിയോസ് കാണുമ്പോഴും ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ചിൽ ഒരു വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു മെച്യൂരിറ്റി കൂടെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓരോ സമയത്ത് ഓരോന്നൊക്കെയാണ്, എന്തൊക്കെയോ ആയി അവസാനം. എനിക്ക് തോന്നുന്നു ഒരു പ്രതികരിക്കാനുള്ളൊരു കപ്പാസിറ്റി കിട്ടിയത് ആക്ച്വലി പാരന്റിങ്ങിൽ നിന്നാണ്. പാരന്റിങ് പലരും പറയാറില്ലേ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം തേജയുടെ പാരന്റ്സ് ആക്ച്വലി അങ്ങനെയാണ്, നമുക്ക് ഒരു പ്രൗഡ് പാരന്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ്. എനിക്ക് ആക്ച്വലി ഇപ്പൊ എന്റെ അമ്മ പപ്പ എന്ന് പറയുമ്പോൾ എനിക്ക് അവർ ഭയങ്കര ദ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തുണ്ടെങ്കിലും അവർ ഒരു പേരൻസ് എന്നുള്ള രീതിക്ക്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള രീതിക്ക് നല്ലപോലെയുള്ള രീതിക്ക് നമ്മളെ നോക്കിയിട്ടുള്ളത്. എന്നുവെച്ചാല് ഒരിക്കലും കുട്ടികളാണ് പാമ്പർ ചെയ്യണം, കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ലായിരുന്നു. അമ്മ പിന്നെയും കുറച്ചുകൂടെ അയ്യോ പാവം കുട്ടി കംഫർട്ട് സോണിൽ മതി എന്നുള്ളത്. പക്ഷെ പപ്പ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട്
എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്കൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് തെറ്റെന്ന് തോന്നിയാലും ഞാൻ സമ്മതിക്കുള്ളൂ. അപ്പം അത് മനസ്സിലായതുകൊണ്ട് അനുഭവിച്ച് പഠിച്ചു എന്നുള്ള രീതിക്ക് എന്തും ചെയ്തോന്നല്ല. ഇപ്പോൾ ചിലത് റിവേഴ്സിബിൾ ആയിരിക്കും, അതൊക്കെ ഓക്കെ എന്തും ചെയ്തോന്നു. പക്ഷെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അഡ്വൈസ് ചെയ്യും, കാര്യങ്ങൾ പറയും. അപ്പോൾ ബേസിക്കലി അവര് എനിക്ക് സജഷൻസ് ആണ് തരിക. ഫൈനൽ ഡിസിഷൻ ഫുൾ എൻ്റെ ആണ്. സോ അതിനകത്ത് റിസ്ക് ഉണ്ട്, കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും അത് ഞാൻ ഏറ്റെടുക്കുന്നുള്ള ആ ചെറുപ്പം തൊട്ടേ ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയാം ഞാനൊരു ഡിസിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണ്. എൻ്റെ അമ്മക്കും പപ്പക്കും സങ്കടം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണ്. സോ ആ ഒരു സാധനത്തിൽ അങ്ങനെ വന്നുകൊണ്ട് ആ ഒരു ഇതാ തോന്നുന്നു അവിടുന്ന് ധൈര്യം കൂടെ കിട്ടി. ചെറുപ്പത്തിൽ ഓരോന്ന് കിട്ടുമ്പോൾ ഇമോഷണൽ ആവുമെങ്കിലും വലുതാവുമ്പോൾ മനസ്സിലായി ലൈഫിൽ നമ്മൾ റിസ്ക് എടുക്കണം, ഗട്ട്സ് വേണം. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളായിരിക്കും, അല്ലെങ്കിൽ വേറെ ആളെ ബ്ലെയിം ചെയ്യരുത്. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ എനിക്കിങ്ങനെ, ഞാൻ ചെറുതാണെങ്കിൽ 20 ആയിട്ടുള്ളൂ, പക്ഷെ കുറച്ച് വലുതാണെങ്കിലും കുറെ സാധനം എനിക്കിങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ടുണ്ട് കുറെ. ഓക്കെ, അപ്പം ചേച്ചിയാണ് എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഭയങ്കര ഒരു സപ്പോർട്ട് അല്ലേ, ഒരു ഇമോഷണലി സപ്പോർട്ടും. ആൻഡ് അമ്മയച്ചൊക്കെ ചെറുതായിട്ടൊന്ന് നെഗറ്റീവ് പറയുമ്പോഴും അവളെങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ചേച്ചി അവള് ഫസ്റ്റ് ചൈൽഡ്, ഞാൻ സെക്കൻഡ് ചൈൽഡ് ആയതുകൊണ്ട് ഒബ്വിയസ് ആയിട്ട് അവൾ എനിക്കൊരു അമ്മേനെ പോലെയാണ് നോക്കിയത്. അവൾക്ക് 3.5 years ആകുമ്പോഴായിരുന്നു ഞാൻ ജനിച്ചത്. എന്നാൽ പോലും ഞാൻ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ ഇനി രാവിലെ എണീറ്റ് കുളിപ്പിക്കുന്നത് അവളായിരുന്നു. രണ്ടുപേർക്കും സ്കൂളിൽ പോകണം, പക്ഷെ അവൾ എന്നെ കുളിപ്പിച്ച് ഇനി ഒരുക്കിയിട്ടാണ് അവൾ അവളുടെ കാര്യം നോക്കുക. അപ്പം അവകളെന്ന് വെച്ചാൽ 3.5 years ഗ്യാപ്പ് ഉള്ളെങ്കിലും അവൾ എൻ്റെ ഒരു അമ്മ പോലെ. അവൾക്ക് ഞാൻ അങ്ങനെ വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടിയും പിടിയും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയലൊക്കെ ആണെങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം എന്ത് പ്രശ്നം വന്നാലും ചേച്ചിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള സാധനം. മൊത്തത്തിൽ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ബാക്കി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് നടക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് പറയാം. പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ അമ്മ, പപ്പ, ചേച്ചി അതെനിക്ക് ശരിക്കൊരു ബ്ലെസ്സിങ് പോലെ. കാരണം അറിയത്തില്ല, നല്ല ആൾക്കാരാണ് എല്ലാവരുടെയും പേരൻസ്, നല്ല ആൾക്കാരാണ്. പക്ഷെ ഞാൻ അതോർത്ത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമുക്ക് ഇങ്ങനെ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ പാരന്റ്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീത്ത പറഞ്ഞു, അത് നോന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിച്ചു അതാണ് ശരി എന്നുള്ളത്. അതിന് നമ്മളെ പാരന്റ്സ് പറയില്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയായിരുന്നു, എന്റെ പാരന്റ്സും അങ്ങനെയാണ് നോന്നാണ് പറഞ്ഞത്. പിന്നെയാണ് മനസ്സിലായത് അല്ല, അവര് നോ പറയാതിരുന്നതാണ് ശരി എന്നുള്ളത്. അത് മനസ്സിലാക്കാനും ഒരു ടൈം നമുക്ക് എടുത്തു എന്നുള്ളതാണ്. ഇന്നെ പേരൻസ് എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ എന്തോ ആയിക്കോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ വേണ്ട രീതിക്കുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവരും ഇപ്പൊ പേരൻസ് എന്ന് വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അവർക്കൊരു കുട്ടിയാകുമ്പോഴാണ് അവരും ആ പാരന്റിങ് എന്നുള്ള ന്യൂ ഫേസിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരെ ഫുൾ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, അവരുടെ മിസ്റ്റേക്സിനൊന്നും. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഒരു ലേണിംഗ് പ്രോസസ്സാണ്. പേരൻസ് ആകുമ്പോഴും അവർ പേരന്റിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസം അവരും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, നമ്മളും കുട്ടികൾ എന്നുള്ള രീതിക്ക് നമ്മളും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം, അങ്ങനെ ഒരു സാധനം. സോ തുടക്കത്തിൽ അവരുടെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നടക്കും, എൻ്റെ സൈഡിൽ നിന്ന് ഇഷ്ടമില്ലാത്ത നടക്കും. പക്ഷെ അതൊക്കെ ആ പാർട്ട് ഓഫ് പ്രോസസ്സാണ്. നമ്മളതൊക്കെ ലേൺ ചെയ്ത് ഇപ്പോഴും നമ്മൾ പെർഫെക്റ്റ് അല്ല, എന്നാൽ പോലും ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലേ അവർ ഭയങ്കര പെർഫെക്റ്റ്, ഞാനും പെർഫെക്റ്റ് അങ്ങനെയല്ല. നമ്മൾ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ ചേഞ്ചസ് ഉണ്ടായി മാറി അതിന് ഇപ്പോൾ കുറച്ചുകൂടെ ധാരണയായി. കാരണം ഞാനും ചേച്ചിയും കുറച്ച് വലുതായി, കുട്ടികളല്ല. എൻ്റെ അമ്മയും അപ്പയും ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് പെട്ടെന്ന് ഫാമിലി ആയതായിരുന്നു. സോ അവരും നമ്മളും ഇപ്പോൾ നല്ലോണം സിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളില്ലാന്നല്ല, എല്ലായിടത്തും 100%. കാരണം നമ്മൾ എല്ലാവരും വേറെ വേറെ വ്യക്തികളാണ്. എത്രയൊക്കെ സിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ടാവും. സോ അതിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലാണല്ലോ കാര്യം. അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അല്ലാതെ വീഡിയോസ് കാണുന്നവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഷോർട്സിലാണ് കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഷോർട്സ് ആണെങ്കിൽ എളുപ്പമാണല്ലോ, 1 minute അല്ലേ ഉള്ളൂ. ലോങ് വീഡിയോ പിന്നെ കോളേജും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ടൈം കുറവാണ് കിട്ടില്ല. അപ്പം ഞാൻ വീക്ക്ലി വൺസ് ഒരു ലോങ് വീഡിയോ, ബാക്കി ഷോർട്സ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷെ ആക്ച്വലി എനിക്ക് ലോങ് വീഡിയോസ് ഇടാനാണ് ഇഷ്ടം കൂടുതൽ. പക്ഷെ ടൈമിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു ബാലൻസ്ഡ് ആക്കി പോകാന്നുള്ള രീതിക്ക് വീക്ക്ലി വൺസ് ലോങ് വീഡിയോ, ബാക്കി ഷോർട്സ് അങ്ങനെ. ഓക്കെ. അപ്പോൾ തേജിൻ്റെ വീഡിയോ, ഈ ലെങ്തി വീഡിയോസിലൊക്കെ കാണുമ്പം അമ്മയുടെ കൂടെയുള്ള ഷോപ്പിംഗ് ഒക്കെ കാണും. അതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, തേജയ്ക്ക് ഇഷ്ടമുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് വർത്ത് ആണെന്ന് നോക്കാറുണ്ട്. അപ്പം തേജയുടെ ഒരു മണി മാനേജ്മെന്റ് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ? എൻ്റെ വീട്ടിലെല്ലാവരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവാക്കൽ ഞാനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 2025 ഞാൻ ആകെ ആൾ മാറി. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം.
മുന്നേ ഞാൻ ചെലവാക്കുന്ന എന്ന് വെച്ചാൽ ഇതുപോലെ അനാവശ്യമായിട്ട് ചെലവാക്കാൻ എനിക്ക് തോന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ വേണം തോന്നിയാലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും ആ സാധനം വാങ്ങിച്ചാൽ എനിക്കൊരു റിഗ്രറ്റ് ആവുമോ എന്നുള്ള രീതിക്ക്. പക്ഷെ നല്ല ഞാൻ ചിലവാകുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിലും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയില്ല ഞാൻ അങ്ങനെ ഭയങ്കര ചിലവാക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയി എന്നുള്ള തോന്നലുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നേടായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറയുകയാണെങ്കിലും സേവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഓരോരുത്തരെയും ഫാമിലിയിലുള്ള ഓരോരുത്തരെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അച്ഛമ്മേനെ ആണെങ്കിലും അമ്മമ്മേനെ ആണെങ്കിലും അവരെയും ട്രീറ്റ് ചെയ്യുന്നു. അപ്പം അതൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? എനിക്ക് വലിയ കാര്യത്തിൽ അങ്ങനെ മനുഷ്യന്മാരായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ അറിയില്ല. അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ മാക്സിമം നല്ല രീതിക്ക് ആക്കാൻ നോക്കാം. കാരണം എനിക്കറിയാം ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് നല്ല രീതിക്ക് ഹ്യൂമൻ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ അറിയില്ല എന്നുള്ള സാധനം എനിക്ക് ലൈക്ക് ഒറ്റയ്ക്ക് ഞാൻ ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഞാൻ സൂപ്പറാണ്. പക്ഷെ പുറത്തുള്ളവർക്ക് അതങ്ങനെ ഇടക്കല്ലാതെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി എന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. അതിൻ്റെ അടുത്ത് ഞാൻ മോശമെന്നല്ല, പക്ഷെ ഞാനൊരു എന്നെ നല്ലോണം ഒബ്സർവ് ചെയ്യും എപ്പോഴും. ഞാനിപ്പോൾ എന്തൊക്കെ കാണിക്കാൻ ഞാൻ എന്നെ നല്ലപോലെ ഒബ്സർവ് ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യലുണ്ട് എല്ലായ്പ്പോഴും. അപ്പോൾ എനിക്ക് ഓക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യണം, ഇതെൻ്റെ നല്ല ക്വാളിറ്റിയാണ്, ആ ഒരു റിയലൈസേഷൻ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നി ഫാമിലീനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. എന്നാലും അത് മാറ്റരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ എത്ര ഫ്രണ്ട്സ് കൂടെ ഉണ്ട് പറയാല്ലേ, എത്ര അതുണ്ട് പറഞ്ഞാൽ ഫാമിലി കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴൊരു ഉള്ളിലത്തെ ഒരു സാധനം ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനു വേണ്ടി എഫേർട്ട് ഇടണം. അവരെ എല്ലാവരും എനിക്ക് പറ്റുന്ന പോലെ രീതിക്ക് നേരെ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എന്ന് വെച്ചാൽ ആ സാധനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും ആ ഒരു ഫ്ലോയിൽ എനിക്ക് എല്ലാവരും നല്ല രീതിക്ക് വെക്കാൻ പറ്റുന്നു തോന്നുന്നു. ഓക്കെ, തേജിക്ക് അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്? ഭയങ്കരമായിട്ട് എൻ്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും? ഒറ്റയ്ക്ക് ട്രാവലിംഗ് ഇല്ലെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും കേൾക്കും. എനിക്ക് കുറച്ച് പ്രാന്താന്ന് തോന്നും. എന്നാലും ഞാൻ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ അതല്ല എത്ര ഹെക്റ്റിക് ഡേ ആണ്, ഭയങ്കര ബിസി ആയിട്ടുള്ള ഡേ ആണെങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് അവേഴ്സ് മാറ്റി വെക്കും. ഞാൻ വണ്ടി എടുക്കും, ഞാൻ പോവും, ഒരു കാപ്പിയൊക്കെ കുടിക്കും എല്ലാ ദിവസവും. ചിലവർ എന്നെ കണ്ട് ചോദിക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ടല്ലോ ഒരു മൂക്കിലിരുന്നിട്ട് എന്തോ പ്രശ്നമില്ല. അതാണ് എന്നെ റീചാർജ് ചെയ്യുന്ന ഒരു ടൈം ഒരു ഡേയിൽ. അപ്പോൾ അത് ഞാൻ എല്ലാ ദിവസവും മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ ഒരു അലോൺ ടൈം കിട്ടുന്നു. അങ്ങനെ ഓക്കെ. അപ്പം ഫാമിലി ആയിട്ടുള്ള ട്രിപ്സ് ഇഷ്ടമാണോ? എല്ലാം എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് പോകണം. ഇതൊക്കെ എങ്ങനെ ഒരു സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു ഫ്ലോയിൽ പോകുന്നു. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്, മസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഞാൻ എഴുതി വെച്ച പോലെയൊന്നുമല്ല. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഒരു ഫ്ലോയിലാണ് നടക്കുന്നത്. എന്നാൽ പോലും എനിക്കൊരു ധാരണയുണ്ട്, ചെറിയൊരു ധാരണയുണ്ട് കാര്യങ്ങൾ നടക്കുന്നത്. പ്ലാനിങ് ഉണ്ട്, കുറച്ചുണ്ട് തോന്നുന്നു. ഓക്കെ. അപ്പോൾ തേജ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്? ഐ മീൻ ട്രിപ്പിന്റെ പ്ലാൻസ്. ഇപ്പം ഒരു ട്രിപ്പ് കഴിഞ്ഞേ ഉള്ളൂ, സോളോ ആയിരുന്നു, ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇനി എന്താണ് ട്രിപ്പ്? ആക്ച്വലി എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ഒരു ടൈം മാറ്റി വെക്കലുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മാത്രമായിട്ട് ഒരു 10 days പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. കാരണം ചിലപ്പോൾ നമുക്ക് ബോറടിച്ചാലോ, നമ്മളതിനെ ഒറ്റയ്ക്കായിട്ട് വേറെ ആരുമില്ല, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു സോളോ ട്രിപ്പ്. ഞാൻ വിചാരിച്ചില്ല എനിക്കിനി ഇത്ര ഇഷ്ടമാണെന്നുള്ള കാര്യം. എനിക്കറിയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ബാക്കി ആൾക്കാർ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ എനിക്ക് എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും ഞാൻ ഇതുവരെ കാണാത്ത എൻ്റെ കുറേ സ്വഭാവവും എൻ്റെ കുറേ ഇൻട്രസ്റ്റുകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി എനിക്ക് സോളോ ട്രിപ്പ് ഇഷ്ടമായി. അതെൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. നമ്മൾ 7 days ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ലാസ്റ്റ് അവിടെ പോയിട്ട് 13 days ട്രിപ്പായി. അപ്പം തന്നെ എൻ്റെ വീട്ടിലും മനസ്സിലായി എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തിരിച്ച് വന്നപ്പോഴേ പറഞ്ഞു 2025 ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട് കൺട്രീസിൻ്റെ പേര്, ഞാൻ പോയിരിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളത്. കാരണം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ ഒത്തിരി മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ മൈൻഡ് ഒന്ന് ഭയങ്കര റിലാക്സ് ചെയ്ത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാനും ഭയങ്കര നമ്മൾ റീചാർജിങ് ആണ്. എനിക്ക് പൊതുവേ അലോൺ ടൈം ഭയങ്കര റീചാർജിങ് ആണ്. ഒരു ട്രിപ്പും കൂടെ ആകുമ്പം വേറൊരു സ്ഥലം, വേറൊരു കൾച്ചർ, വേറെ ആൾക്കാർ, വേറെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം വേറെ ആകുമ്പോൾ ഭയങ്കര എക്സ്പോഷറാണത്. എനിക്ക് ഇഷ്ടമായി ട്രിപ്പ്. ശരി, ഈ ഒരു സോളോ ട്രിപ്പിൽ തേജിനെ കുറിച്ച് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചത്
ഞാൻ പൊതുവെ ഭയങ്കര മടിച്ചാണ്. എന്നുവെച്ചാൽ എൻ്റെ റൂമൊക്കെ ഭയങ്കര മെസ്സിയാണ്. എത്ര നേരാക്കിയാലും ചേച്ചിക്ക് അടുക്കി ഒതുക്കി വെക്കാൻ ഇഷ്ടമുണ്ട്. സോ അവളൊരു ദിവസം അതിന് വേണ്ടി ഇരുന്ന് അടുക്കി ഒതുക്കി വെച്ചാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും അത് പഴയ പോലെ ആക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് കുറച്ച് അടുക്കും ചിട്ടയും കുറവാണ്, കാര്യങ്ങൾ ഞാൻ ഭയങ്കര മെസ്സി ആക്കി വെക്കാം, അങ്ങനത്തെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ട്രിപ്പ് പോയ സമയത്ത് ഓരോ ദിവസം രാത്രി ഞാൻ എന്തൊക്കെയാണോ പുറത്ത് വെച്ചത് അതൊക്കെ എനിക്ക് മടക്കി ഉള്ളിൽ എടുത്ത് വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. കാരണം ചുറ്റും എൻ്റെ ഒപ്പമുള്ള ആൾക്കാർ ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്കതൊരു കംഫർട്ട് സോൺ ആണല്ലോ. അപ്പോൾ ഞാൻ അലമ്പാക്കിയാലും അത് നേരാക്കാൻ ആളുണ്ട് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കും മേ ബി ഞാൻ കെയർലെസ് ആയിട്ട് നടക്കുന്നത്. കാരണം എനിക്ക് ബാക്കപ്പ് ആയിട്ട് ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഞാൻ ചെയ്താലേ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഓർഡറിൽ വെക്കണം. അപ്പം എനിക്ക് മനസ്സിലായി അടുക്കും ചിട്ട എനിക്കുണ്ട്, പക്ഷെ ആൾക്കാർ ചുറ്റും ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അലമ്പിത്തിരിഞ്ഞ് നടന്നത്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ആ സാധനം ഉണ്ട്. പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഒരു സ്ഥലത്ത് പോയി എനിക്ക് ഇരുന്ന് ഇങ്ങനെ ചുറ്റും കാണാതിരിക്കാം. പക്ഷെ ഞാൻ സോളോ ട്രിപ്പ് പോയപ്പോൾ ഞാൻ റോമിലൊക്കെ ഒരു ദിവസം എങ്ങനെ പോലും ഒരു 18 to 20 കിലോമീറ്റേഴ്സ് ഞാൻ നടന്നിട്ടുണ്ടാവും. അപ്പം എനിക്ക് മനസ്സിലായി നടക്കാനുള്ള സ്റ്റാമിനയൊക്കെ നല്ലോണ്ട്. അങ്ങനെ എന്നുവെച്ചാൽ എൻ്റെ വേറൊരു വേർഷൻ പോലെയായിരുന്നു. കാരണം ഇവിടെ ഞാൻ അങ്ങനെ നടക്കലൊന്നുമില്ല. അവിടെ നടന്ന് പിന്നെ 1 കിലോമീറ്റർ നടക്കാൻ ഇപ്പോൾ 10 മിനിറ്റ് വേണമെങ്കിൽ എനിക്കതൊരു അരമണിക്കൂർ വേണം. കാരണം ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഞാൻ ചുറ്റും ഇങ്ങനെ എല്ലാം നോക്കി ഭയങ്കര ഒരു പീസിന്റെ ഒരു പീക്കിലെത്തിയൊരു മൊമെന്റ് പോലെ. എനിക്കറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും അവിടെ പോകാൻ തോന്നുന്നു. ഓക്കെ, തേജനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ തേജന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം KFC എന്നുള്ളത്. അങ്ങനെ തന്നെയാണോ? അല്ലല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഫുഡിന്റെ കാര്യത്തിലും കുറച്ച് കോൺഷ്യസ് ആയി. കാരണം ഞാൻ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കൽ കുറവാണ്, ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷെ കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതലും പുറത്തുനിന്നുള്ള ഫുഡാണ്. അപ്പൊ അത് ഭയങ്കര അൺഹെൽത്തി ആണെന്നുള്ള റിയലൈസേഷൻ എനിക്ക് കഴിഞ്ഞ വർഷം വന്നു. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പുറത്തുനിന്ന് കഴിക്കൽ ലിമിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ വീട്ടിൽ നിന്നുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യല്. പിന്നെ അറിയത്തില്ല എന്താ പറ്റുന്നത്, ട്രിപ്പ് പോയതിന് ഇമ്പാക്റ്റ് ആണോ അല്ല, ഞാൻ മൊത്തത്തിൽ മാറി. ഇപ്പം ഞാൻ വീട്ടിലത്തെ ഫുഡൊക്കെയാണ് കഴിക്കല്. കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം, എക്സസൈസ് ചെയ്യണം, ഒരു നേരത്തെ എണീക്കണം, അങ്ങനത്തെ സാധനമൊക്കെ വന്ന് ഇപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് അതോർത്ത് സന്തോഷം. ഇനി ഐസ് കഴിക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനോട് പലരും വന്നിട്ട് പറയും ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. കാരണം അത് വെറും വെള്ളം ഫ്രീസ് ചെയ്യുന്ന സാധനമില്ലേ, അതിപ്പോൾ കഴിച്ചുകൊണ്ടൊന്നും ആവില്ല എന്നാണ് ഇതൊക്കെ. പക്ഷെ ഐസ് ആക്ച്വലി എനിക്ക് അതും ഒരു എനർജി തരുന്ന ഒരു സാധനമാണ്. രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുറച്ച് ഐസ് കഴിച്ചാൽ ശരിക്കും നല്ല എനർജിയാണ്. കേൾക്കുമ്പോൾ തോന്നി വേറെന്തോന്ന് വെച്ചാൽ ശരിക്കും അത് നല്ല എൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഇതായിരിക്കും. ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും അത് കഴിച്ചാൽ എനിക്ക് നല്ലതാണ്, അത് കഴിച്ചാൽ എനിക്ക് ഭയങ്കര എനർജിയാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ വലിയ ദോഷമല്ലല്ലോ അത് കഴിക്കുമ്പോൾ എന്നുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ എനിക്കറിയില്ല നാളെ എനിക്ക് വേറൊരു ബോധോദയം വന്ന് അത് നിൽക്കുമെന്ന്. ഇല്ല, മാറ്റണമെന്ന് തോന്നുന്ന സമയത്താണെങ്കിൽ നമുക്ക് മാറ്റാലോ അല്ലേ? തോന്നുന്നത് എന്താണോ ഞാൻ എപ്പോഴും എനിക്ക് നല്ലതും കൂടെ എൻ്റെ ചിന്തിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് എന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ഫാൻറ്റസീൻ്റെ പുറത്തോ ഒരു ആവേശത്തിൻ്റെ പുറത്തോ ചെയ്യൽ കുറവാണ്, ചിന്തിച്ചിട്ടേ ചെയ്യലുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ അത് വലിയ പ്രശ്നമല്ല, അപ്പോൾ കുഴപ്പമില്ല. തേജ ചുറ്റുള്ളവരെ നന്നായിട്ട് പരിഗണിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് എനിക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണോ? അമ്മയും അതുപോലെ തന്നെ ആന്റീനെയും ഒക്കെ ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നില്ലേ ഒരു വെഡിങ്? അല്ല, അത് എൻ്റെ ഇനീഷ്യേറ്റീവ് അല്ലായിരുന്നു. അത് അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് അമ്മ എൻ്റെ അടുത്ത് കുറെ പറയണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അമ്മ അടുത്ത് എന്തിനാന്ന് മേക്കപ്പ് ഒക്കെ ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തിന് കഷ്ടപ്പെട്ട് എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചത് അമ്മയായിട്ട് പറഞ്ഞ ആഗ്രഹമാണ്. അത് അമ്മയ്ക്ക് അതിനോട് എന്തോ അത് ചെയ്യുമ്പോൾ വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പം മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി 2 ഫോട്ടോസ് എടുക്കണം, ഒരു ബ്രൈഡൽ ലുക്ക്. അത് അമ്മയ്ക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് അമ്മക്ക് തോന്നാൻ പാടില്ല എന്നല്ലേ. അതെന്തോ അമ്മക്ക് അങ്ങനെ ചെയ്ത് അമ്മക്ക് ഹാപ്പി ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ എന്തിനാ അത് വേണ്ട വെക്കുന്നത് തോന്നി. പക്ഷെ ആദ്യമൊക്കെ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഒന്നും വേണ്ട, ചെയ്യണ്ട, എന്തിനാ വെറുതെ മെനക്കെട്ടിങ്ങനെ ഇരിക്കുന്നത്, ആ സമയത്ത് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാം. പിന്നെ തോന്നി നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് വേറൊരാളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനായിട്ട് അമ്മോട് പോയി പറഞ്ഞതല്ല, അമ്മ എന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ റൂഡായിരുന്നു. പിന്നെ എനിക്കത് റിയലൈസേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത് നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു, അങ്ങനെയായിരുന്നു അത്. അങ്ങനെ എല്ലാവരെയും ചുറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ
പരിഗണിക്കാറുണ്ട്? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യലുണ്ടെന്ന്. പക്ഷെ ചുറ്റുമുള്ള എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലീനെ ഞാൻ നല്ല രീതിക്ക് കൺസിഡർ ചെയ്യും. ബാക്കി ഫ്രണ്ട്സിനടുത്ത് ഞാൻ നല്ല രീതിക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാനൊരു ഭയങ്കര ഗുഡ് ഫ്രണ്ടാന്ന് എനിക്കതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇടുന്ന എഫേർട്ട് കൊണ്ട് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്സ് അല്ല എനിക്കുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്സ് ആണ് ഉള്ളത് കൂടുതലും. അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് എന്നെ അവരത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇട്ടില്ലെങ്കിലും എന്തോ എനിക്ക് കുറച്ച് ഗുഡ് ആണെന്ന് തോന്നിയതുകൊണ്ടല്ലോ. പിന്നെ അത് 1-2 ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട്, അത് മതിയല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ 1-2 ഫ്രണ്ട്സ് അല്ല കേട്ടോ, എൻ്റെ ചുറ്റുമുള്ള കോളേജിൽ വെച്ച് നമുക്കൊരു ഗ്യാങ് ഉണ്ട്. പക്ഷേ അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ ഡെയിലി കോളേജിൽ പോകുന്നതുകൊണ്ട് ആ ഗ്യാങ് അങ്ങനെ നിൽക്കുന്നുണ്ട്, ആ ഒരു വൈബിൽ നിൽക്കുന്നുണ്ട്. കൊള്ളാം. പക്ഷെ ഉള്ള ടൈമിൽ നമ്മൾ ഓക്കെയാണ്. ഓക്കെ. ടിയനെ കുറിച്ച് എന്താ പറയാനല്ലേ? ടിയ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സാധാരണ വെച്ചാൽ നമ്മൾ ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല. എന്നാൽ പോലും ഈ ഒരു ധാരണയിൽ ഒരു എത്രയാണ്, ഒരു 9 to 15 ഇയേഴ്സ്, ഒരു 8 to 15, ഒരു 13 ഇയേഴ്സ് വരെ കുട്ടികൾ ഞാൻ പോലും നമ്മൾ എന്തോ ആണെന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. ഇത് നമ്മൾ ചെറുതുമാണ്, അങ്ങനെ ഉണ്ടാവില്ല ഒരു അഡോളസൻസിന്റെ ആ ഒരു ടൈം. അപ്പോൾ ടിയ എന്ന് വെച്ചാൽ അങ്ങനൊന്നുമില്ല. അവളെപ്പോഴും നമ്മുടെ അടുത്ത് ഭയങ്കര പാവാണ്. എന്നുവെച്ചാൽ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് അവൾക്ക് ഓൾറെഡി അറിയെങ്കിൽ പോലും എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവളത് അറിയാത്ത രീതിക്ക് ഭയങ്കര ചേച്ചി ശരിക്കും അങ്ങനെയാണോ അങ്ങനെ എന്നുവെച്ചാൽ അവളാണ് അവിടെ ആക്ച്വലി മെച്ചോർഡായിട്ട് നമ്മുടെ അടുത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നി അവളുടെ ഏജിനേക്കാൾ മെച്ചോർഡും ആണ്, കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയുന്ന അത്യാവശ്യം നല്ല. ഞാൻ വിചാരിച്ചില്ല നമ്മുടെ ജീനിലൊരു കുട്ടിക്ക് ഇത്ര ബുദ്ധി ഉണ്ടാവും. നമ്മുടെ ജീൻ നല്ല ജീനാണ്, ജീനിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഞാൻ അവളെ മാത്രമല്ല, ഇപ്പോൾ ചിക്കുനെ ആയാലും എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മക്കൾ, ഞാൻ എല്ലാവരും ഓർത്തും ഭയങ്കര പ്രൗഡാണ്. കാരണം എന്നേക്കാൾ ചെറിയ കുട്ടികളായിട്ട് ഇവരാണല്ലോ എൻ്റെ മുന്നിലുള്ളത്. സോ അവർ ഗ്രോ ചെയ്യുമ്പോൾ, അവർ ഗുഡ് ക്വാളിറ്റീസ് ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ കുട്ടികൾ എന്ത് രസമാണ്, നല്ല രസമാണ്, എല്ലാവരും രസമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ അങ്ങനെ ചേച്ചിനെ കണ്ടിട്ടായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. ചേച്ചി തേജ വന്നിട്ട് കുറച്ചുകൂടി അവരുടെ കൂടെ കളിക്കുന്ന, തേജയുടെ ചേച്ചി വന്നിട്ട് അവരെ ഒന്ന് പാമ്പർ ചെയ്യുന്ന അങ്ങനെ ഒരു ടൈപ്പ് അല്ല, നേരെ തിരിച്ചാണ്. അവരെന്നെ കളിക്കാൻ വേണ്ടി വിളിക്കും, കസിൻസ് എല്ലാവരും. എന്ന് വെച്ചാൽ അമ്മയുടെ ബ്രദറിന്റെ മക്കളും ഇപ്പം ടിയയുടെ ബ്രദർ, ഇവർ എല്ലാവരും വെച്ചാൽ ഏകദേശം സെയിം ഏജ് കാറ്റഗറിയാണ്. ടിയ 7th, അമ്മയുടെ അടുത്ത ചെറുക്കൻ 8th, പിന്നെ 3rd 4th അങ്ങനെയൊക്കെ. അപ്പൊ അവര് വൈബ് ചെയ്യും. അപ്പൊ അവര് വന്ന് വിളിക്കും കളിക്കാൻ വന്ന്. അപ്പൊ എനിക്ക് മടിയാണ്. പക്ഷെ അവരുടെ കൂടെ കളിക്കാൻ ഓടുന്ന എന്റെ ചേച്ചിയാണ്. കണ്ണൂത്തി കളിയിൽ എക്സ്പേർട്ടാണ് എന്റെ ചേച്ചി. പക്ഷെ അത് പുറത്ത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു നഗ്ന സത്യം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ചേച്ചി പൊതുവെ വീട്ടില് എന്നേക്കാൾ കുറച്ചുകൂടെ ഫണ്ണി ചേച്ചിയാണ്. ഞാൻ ചിലപ്പോ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് ഇരിക്കലുണ്ടാവും. പക്ഷെ ചേച്ചി വീട്ടിൽ എന്ന് വെച്ചാൽ അവളുടെ സർക്കിളിന്റെ ഉള്ളില് ഭയങ്കര വായാണെന്ന് വെച്ചാൽ ഭയങ്കര എനർജിയാണ്. ഭയങ്കര എനർജിയാണ് അവൾക്ക്. എന്നേക്കാൾ എനർജിയാണ് ചില സമയത്ത്. പക്ഷെ പുറത്ത് പെട്ടെന്ന് ക്യാമറ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വീഡിയോസിൽ എങ്ങനെ. ശരിക്കും വീഡിയോസിലുള്ള ചേച്ചി അല്ല ശരിക്കത്തെ ചേച്ചി. ശരിക്കത്തുള്ള സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അവള് പാവാന്ന് പറയത്തില്ല. അങ്ങനെ പക്ഷെ കുഴപ്പമില്ല, വിധി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ, തേജിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നു, ഫാമിലിയും വരുന്നു. പക്ഷെ അവർക്ക് പോലും ഒരു ഇൻകം കൊടുക്കുന്നു എന്നുള്ളത് അതൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അല്ല, ഞാൻ അവർക്ക് ഇൻകം കൊടുക്കുന്നത് എനിക്കെന്തോ കിട്ടുന്നു, അപ്പൊ ഞാൻ അവർക്കും കൊടുക്കാം ആ രീതിക്കല്ല. അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് കടന്ന് വർത്താനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഉള്ള പോലത്തെ ഒരു ഓഡിയൻസ് എനിക്ക് ഉണ്ടാവുന്നു. അവരുടെ ഒരു ഇൻവോൾവ്മെന്റും അവരുടെ ഒരു കോൺട്രിബ്യൂഷനും അവരുടെയും എഫേർട്ട് ഉള്ള കൊണ്ടാണ് ഇപ്പൊ എന്റെ ചാനലിൽ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുള്ളത്. സോ അവരുടെ എഫേർട്ട് ഞാൻ കൊള്ളാന്ന് പറഞ്ഞ് കൈയടിക്കുന്ന അത് ഭയങ്കര അൺഫെയർ ആണ്. എനിക്ക് എന്താണ് ആ ഒരു ചാനലിന് എന്താണോ എനിക്ക് റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണോ എനിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്, അതിൽ അവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്യുന്നത് വലിയ കാര്യം, ഞാൻ ചെയ്യുന്നത് ഭയങ്കര പ്രൗഡൊന്നുമില്ല. അതിനെ ചെയ്തില്ലെങ്കിലും ഭയങ്കര അൺഫെയർ ആണ്. അതുകൊണ്ട് ഫെയർ ആയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് എക്സ്ട്രാ ഞാൻ എന്തോ ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. അവർ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം തേജ അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് നമുക്ക് ഭയങ്കര അടുത്തതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം തേജന്റെ ആണെങ്കിലും ഫാമിലി ഒക്കെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം റീസെന്റ് ഒരു യൂട്യൂബറിന്റെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഒരു യൂട്യൂബിൽ കാണുന്നതും നമ്മൾ കാണുന്നതും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും അതും എൻറ്റയർലി ഡിഫറെന്റ് ആണോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചാൽ
നമ്മൾ ഈ യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കാണിക്കണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങളാണല്ലോ. സോ ചിലവരത് എല്ലാം കാണിക്കണം എന്ന് വിചാരിക്കും, ചിലർ കുറച്ച് കാണിക്കണം എന്ന് വിചാരിക്കും. സോ അത് വെച്ച് നമുക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വീഡിയോയിലാണെങ്കിലും ഇപ്പം ഞാൻ കാണിക്കണം എന്നുള്ളതേ കാണുന്നുള്ളൂ. ഞാൻ അപ്പുറത്ത് ഒരു 1000 കാര്യം മറച്ച് വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു കാര്യം മാത്രമായിരിക്കും ഫ്രണ്ടിലിടുന്നത്. സോ യൂട്യൂബിനകത്തോ സോഷ്യൽ മീഡിയക്കകത്തോ കാണുന്നത് ആ ഒരു ഫ്ലോയിൽ എന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റേ എടുത്താൽ മതി. അല്ലാതെ നല്ല കാര്യങ്ങൾ നല്ല പോലെ എടുക്കുക എന്നല്ലാതെ അതാണ് റിയാലിറ്റി എന്ന് വിചാരിക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ എല്ലാവരുടെയും ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും അവരുടെ നല്ല ഫേസ് മാത്രം കാണിക്കുള്ളൂ. അത് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അത് വെച്ച് ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നമ്മുടെ ലൈഫ് പൊട്ടയാണ് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക, ബാക്കി ചുറ്റുമുള്ളതിൽ നല്ലത് മാത്രം നമ്മൾ എടുക്കുക. നമ്മുടെ ലൈഫിന് അത് യൂസ്ഫുൾ ആണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യുക. അല്ലാതെ വേറെ എല്ലാം തലയിൽ കയറ്റി വെക്കുന്നത് അതാരും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് ഇനി കരിയറിലുള്ള പ്ലാൻസ് ഒക്കെ? കരിയറിൽ ഞാനിപ്പം LLB ആണ് ചെയ്യുന്നത്, 2nd ഇയർ. സോ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫാമിലി ബിസിനസ്സിലേക്ക് കയറണം എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നി അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇനിയും 3 years കൂടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് മൊത്തം കോളേജിന് വേണ്ടി മാത്രം ആക്കണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴേ ബിസിനസ്സിലേക്ക് കയറാമെന്നുള്ളൊരു പ്ലാനിങ് ആണുള്ളത്. അങ്ങനെ ബിസിനസ്സിൽ കയറി എനിക്ക് കുറേ പ്ലാൻസ് ഉള്ളിലുണ്ട്. അതൊക്കെ നടക്കണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നുവെച്ചാൽ ആഗ്രഹം കുറേ ഉണ്ട്. പക്ഷെ അത് നാളെ ഉറപ്പ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ട് കൊണ്ടും മെന്റലിയും എന്നെ കൊണ്ട് എത്ര കാലം അതിനുവേണ്ടി പണിയെടുക്കാൻ പറ്റുമോ അത്രയും കാലം ഞാൻ പണിയെടുത്ത് ഞാൻ വിചാരിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ആദ്യം അതിനകത്തൊന്ന് ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങിയിട്ടില്ല എന്നുവെച്ചാൽ ഞാനിപ്പം മാർച്ച് വരെ എൻ്റെ യൂട്യൂബ് ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുണ്ട്. കാരണം അത് കംപ്ലീറ്റ്ലി ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ആണല്ലോ അതിൽ മെയിൻ ആയിട്ടുള്ള സാധനം. അപ്പോൾ എനിക്കൊന്ന് വയ്യാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് കുറച്ച് പോസ് ആവും അവിടെ. സോ ഞാനിപ്പോൾ സ്റ്റാഫ്സും കാര്യങ്ങളും വെച്ചിട്ട് അതൊന്ന് സ്ട്രക്ചർ ചെയ്യും. ഇപ്പം എനിക്കൊരു 1 or 2 days അതിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും അത് സ്മൂത്തായിട്ട് പോകുന്ന രീതിക്ക് എനിക്കൊന്ന് സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുണ്ട് മാർച്ച് വരെ. അപ്പോൾ അത് ചെയ്തതിന് പിന്നെ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. എന്നിട്ട് ഏപ്രിൽ തൊട്ട് അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തൊട്ട് ബിസിനസ്സിൽ കയറണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ്ലി ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ കയറി കഴിഞ്ഞാലാണ് നമുക്ക് റിയാലിറ്റി മനസ്സിലാവുള്ളൂ എന്താണ് സംഭവം നടക്കുന്നതെന്ന്. അപ്പം നടന്നിട്ട് ബാക്കി നോക്കാമെന്നാണ്. ഇപ്പം കറൻറ്റ്ലി ഞാൻ എൻ്റെ കോളേജും അതുപോലെ യൂട്യൂബും രണ്ടും എനിക്കൊന്ന് സ്റ്റേബിൾ ആക്കണം എന്നുള്ള രീതിക്ക് ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവാണിപ്പം. ഹയർ സ്റ്റഡീസിനേക്കാളും ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? എന്നുവെച്ചാൽ ഇപ്പം ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വാല്യൂ കിട്ടുന്ന എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് ആണെങ്കിലും ബിസിനസ്സിന് അത് ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ ഒരു വാല്യൂ ഉണ്ട്. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുമ്പം ലീഗൽ ആസ്പെക്ട്സ് അറിയുന്നതും നമ്മുടെ രാജ്യത്തിന്റെ ലോ അറിയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ്. പിന്നെ അതിനെപ്പറ്റി പഠിച്ചാൽ നമുക്കേ ഒരു വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ അതുകൊണ്ട് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യണം എന്നില്ല, കാരണം എനിക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. പക്ഷേ ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കേണ്ട ടൈം ഇതിന് കൊടുത്ത് ബാക്കി ടൈം വേറെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിക്ക് പ്ലാൻ ചെയ്തത്. സോ എനിക്ക് തോന്നി 5 years ഫുൾ കോളേജ് അടിച്ച് പൊളിക്കുക എന്നല്ലാതെ ഇപ്പോൾ 2 വർഷം അടിച്ച് പൊളിച്ചല്ലോ, പിന്നെ കുറച്ചുകൂടെ കരിയർ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. യൂട്യൂബ് ഉണ്ടെങ്കിൽ പോലും യൂട്യൂബ് എപ്പോൾ നിന്ന് പോകും, എപ്പോൾ ഞാൻ ഫീൽഡ് ഔട്ട് ആയി പോകും, നാളെ ആൾക്കാർക്ക് എൻ്റെ വീഡിയോസ് ബോറിംഗ് ആയിട്ടും തോന്നാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്റ്റേബിളായിട്ടുള്ളൊരു കരിയർ എത്രയും പെട്ടെന്ന് ബിൽഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബിസിനസ്സിലേക്ക് വേഗം സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്, നേരത്തെ പറഞ്ഞുവെങ്കിലും. അല്ല, എനിക്ക് കരിയറിനെ പറ്റി കുറച്ച് ഫോക്കസ്ഡ് ആണ്. ഞാൻ ഭയങ്കര എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ചെല്ലാം നിൽക്കും. കാരണം അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു വൈബാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞു ഈ അലോൺ ടൈം ഉണ്ട്. ആക്ച്വലി ഈ സാധനങ്ങളാണ് ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കുള്ള സമയത്ത് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് ആവാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നെ പ്ലാനേഴ്സൊക്കെ എഴുതാൻ തുടങ്ങി. അത് ഞാൻ തുടങ്ങി. അപ്പം അങ്ങനെ അതിനകത്ത് നോക്കി എന്ന് വെച്ചാൽ എനിക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇത്ര ഇയേഴ്സിനുള്ളിൽ എന്താവണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്.
അത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉള്ളിൽ ഇറങ്ങി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്ത് ഓരോന്നും കഴിഞ്ഞ് ലാസ്റ്റ് അവിടേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യം. ഓക്കെ, അപ്പം ഇനി പണ്ടെപ്പോഴും പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു 10 years അല്ല കുറച്ച് ഇയേഴ്സിന്റെ പ്ലാൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പം പറഞ്ഞാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ളതും പ്ലാൻ ബുക്സ് ഒക്കെ ഉള്ളതും ഭയങ്കര സന്തോഷമാണ്. നമ്മളെക്കാളും മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കുന്നു ആൻഡ് മെച്ചൂർഡ് ആവുന്നു എന്ന് പറയുമ്പോൾ പ്രൗഡ് അല്ലേ? ഞാൻ എന്നെ തന്നെ പൊക്കി പറയും, അതുകൊണ്ട് ചേച്ചിനെ പറ്റി കുറെ ചോദിക്കണം. അതെ, വീഡിയോയിൽ കാണുന്നതൊന്നും എല്ലാം മുഴുവനും ശരിയാന്നല്ല. ഓക്കെ, എന്തായാലും ഹെയർ കളർ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇനി അടുത്ത ഹെയർ കളർ എപ്പോഴാണ്? ചേച്ചി ഈ മുടി ചത്തുപോയി. ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുടി ഞാൻ പിന്നെ മൊട്ടയാവും എനിക്ക് തോന്നി. കാരണം ഇത് ആക്ച്വലി ഹെയർ കളറല്ല, ഇത് ബ്ലീച്ചിൻ്റെ കളറാണ്. ചെയ്ത ഹെയർ കളർ ഫെയ്ഡായിട്ട് ബ്ലീച്ചിൻ്റെ കളറാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിനെ പുറമെ വീണ്ടും ഹെയർ കളർ ചെയ്താൽ മുടിക്ക് മൊത്തത്തിൽ ഹെൽത്ത് പോയി ഡെഡ് ആവും എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുടി കുറച്ച് വളരട്ടെ. അത് ഇവിടത്തെ ഉള്ളത് എൻ്റെ റിയൽ ഹെയർ ഉള്ളൂ, താഴേക്കുള്ള മൊത്തം ബ്ലീച്ച് ചെയ്ത് നശിപ്പിച്ച മുടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോട്ടെ കുറച്ച് കാലം. എനിക്ക് തോന്നുന്നു ബ്ലീച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതോ ഹെയർ കളർ ഇപ്പം ബ്ലീച്ച് ചെയ്യാതെയാണ് ഇട്ടെന്നൊക്കെ. ഞാൻ എന്റെ ലോങ് ഹെയർ ഉള്ളപ്പോൾ ഫുൾ ബ്ലീച്ച് ചെയ്തിട്ട് ഫുൾ ഹെയർ കളർ ചെയ്തു. അപ്പോൾ ആ ഹെയർ ഗ്രോ ആയി തീർന്ന വരെ ആ ബ്ലീച്ച്ഡ് ഹെയർ എന്റെ തലയിൽ ഉണ്ടാവുമല്ലോ. ഓ, അതായിരിക്കണം. അല്ല, ഏതോ ഒരു വീഡിയോയിൽ എനിക്ക് അങ്ങനെ ഞാൻ ബ്ലീച്ച് ചെയ്യലുണ്ട്. ഏതോ ഒരു ഹെയർ കളർ ചെയ്യുമ്പോൾ ചെയ്തില്ല എന്നാ പറഞ്ഞേ. അതിന്റെ അപ്പുറം പോലെ ചെയ്തിക്കണേ. ആ ഒരു സമയത്ത് ചെയ്തില്ല എന്നാ പറഞ്ഞു. അങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോട്ടെ. തേച്ച് പ്ലാൻ ചെയ്തതൊക്കെ നടക്കട്ടെ. എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു. ചേച്ചിന്റെ ലൈഫും അടിപൊളിയാവട്ടെ. ചേച്ചി വിചാരിക്കുന്നില്ല നടക്കട്ടെ. താങ്ക് യു.